Dear students, how are you? I hope all of you are fine. Okay, what we have learned in our previous class? Yes, നമ്മൾ ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അവിടെ എന്തൊക്കെ പഠിച്ചു? ഹെൽത്തി കണ്ടീഷൻ ഉള്ള സിറ്റി ഏതാണ്, അൺഹെൽത്തി സിറ്റി ഏതാണെന്ന് പഠിച്ചു. അൺഹെൽത്തി പ്ലേസിൽ ആരൊക്കെ ഉണ്ടാവും? മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ, റാറ്റ് അല്ലേ? ഇങ്ങനെയുള്ള ഇൻസെക്ട്സും ആനിമൽസും ഒക്കെ സം ഓർഗാനിസംസും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഇങ്ങനത്തെ ഓർഗാനിസംസ് എന്തുണ്ടാക്കും? ഡിസീസ് സ്പ്രെഡ് ചെയ്യും അല്ലേ? ദെൻ ഇവരൊക്കെ ഓടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡ്രൈ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം അല്ലേ? ഡ്രൈ ഡേ എങ്ങനെയാണ്? വൺസ് ഇൻ എ വീക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാഗ്നൻറ്റ് വാട്ടറൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കണം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മോസ്കിറ്റോസ് പോലെയുള്ള ഓർഗാനിസത്തിനെ ഓടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ഡേ ചെയ്യുന്നത് അല്ലേ? ഡ്രൈ ഡേ ആചരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഡിസീസസ് വരുന്നത്? യെസ്, ഡിസീസസ് ത്രൂ വാട്ടർ. വാട്ടറിൽ കൂടെ നമുക്ക് ഡിസീസസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഏതാണ് ഡിസീസസ്? യെസ്, കോളറ, ജോണ്ടിസ്, ഡയേറിയ, ഡിസെൻട്രി തുടങ്ങിയ ഡിസീസസ് ഒക്കെ നമുക്ക് സ്പ്രെഡ് ത്രൂ വാട്ടർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹോട്ട് വാട്ടർ, ഡ്രിങ്ക് ഹോട്ട് വാട്ടർ, അവർ ബോയിൽഡ് വാട്ടർ. പിന്നെന്താണ്? ഫുഡൊക്കെ എപ്പോഴും നമ്മൾ ഡു നോട്ട് കെപ്റ്റ് ഓപ്പൺ അല്ലേ? ഫുഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. എങ്ങനെയാ? ഓപ്പൺ ആക്കാതെ വെക്കണം. ഇങ്ങനെയുള്ള കുറേ മെഷേഴ്സൊക്കെ, എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ചെയ്യാൻ പറ്റുകയെന്ന് പഠിച്ചു. ദെൻ റീഹൈഡ്രേഷൻ തെറാപ്പി അല്ലേ? ഡയേറിയ, ഡിസെൻട്രി ഒക്കെ പോലെ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്? ബോഡിയിലുള്ള വാട്ടർ, ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് വഴി ബോഡിയിലെ വാട്ടർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ബോഡിയിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? റീഹൈഡ്രേഷൻ തെറാപ്പി അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ സാൾട്ടഡ് റൈസ് വാട്ടർ, ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ, സാൾട്ടഡ് ബട്ടർ, മിൽക്ക്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇതൊക്കെ നമ്മൾ കുടിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡാണ് ORS സൊല്യൂഷൻ അല്ലേ? ORS ലായനി എന്നും പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മിക്സ്ചർ കലക്കി കുടിക്കാം. ഇതൊക്കെയാണ് റീഹൈഡ്രേഷൻ തെറാപ്പിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇത്തരത്തിലുള്ള ഡയേറിയ, ഡിസെൻട്രി, അതുപോലെ തന്നെ മോസ്കിറ്റോസും റാറ്റും ഒക്കെ പരത്തുന്ന ഫീവർ പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വരാറ്? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഹൈജീനും, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ദ ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ. വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? അപ്പോൾ എന്താ പറഞ്ഞത്? ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ മെയിൻ റീസൺ ഫോർ മെയിൻ ഡിസീസസ്. ഒരുപാട് ഡിസീസസിനുള്ള മെയിൻ റീസൺ എന്താണ്? നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ്റെ അല്ലെങ്കിൽ വൃത്തി കുറവ് തന്നെയാണ് അല്ലേ? പേഴ്സണൽ ഹൈജീൻ ആയിക്കോട്ടെ, എൻവിയോൺമെൻറ്റൽ ഹൈജീൻ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മുടെ ലാക്ക് ഓഫ് ഹൈജീൻ ആണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലേ? ദ പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ. നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പലതും പറഞ്ഞു അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡ്രൈ ഡേ, അതുപോലെ തന്നെ സ്റ്റാഗ്നൻറ്റ് വാട്ടർ കെട്ടിക്കിടക്കാൻ നമ്മൾ അനുവദിക്കരുത്, റാറ്റ്, മോസ്കിറ്റോ, ഇതിനൊക്കെ നമ്മൾ ഓടിച്ചു വിടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എൻവിയോൺമെൻറ്റൽ ഹൈജീനിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫുഡ്, വാട്ടർ, ഇതൊക്കെ ക്ലീൻ ആയിരിക്കണം, ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്ന കാര്യം മസ്റ്റാണ് അല്ലേ? അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? നമ്മൾ എന്തൊക്കെ ഹൈജീനിക് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി എന്താ ചെയ്യുന്നത്? ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ വരുന്ന ഒരു കാര്യമാണ് ബ്രഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യണം? ബാത്ത് അല്ലേ? കുളിക്കണം. പിന്നെന്താ? നമ്മുടെ നെയിൽസ് കട്ട് ചെയ്യണം.
പിന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് വെയർ ക്ലീൻ ക്ലോത്ത്സ് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കാം, വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? ടേക്ക് ബാത്ത് എവറി ഡേ, കട്ട് യുവർ നെയിൽസ്, വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും വായും കൈയും നന്നായിട്ട് കഴുകണം. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ് പോയതിന് ശേഷവും നമ്മൾ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് അവർ ടീത്ത്. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? വെയർ ക്ലീൻ ഡ്രസ്സ്. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് not only personal hygiene but the hygiene of your home, school and public places too. നമ്മൾ മാത്രം ക്ലീൻ ആയിട്ട് ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാടും എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം അല്ലേ. സോ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹോം, സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ് ടു. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പബ്ലിക് പ്ലേസസ്, സ്കൂള്, ഹോം, നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെയും ക്ലീൻ ആയിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം നമ്മുടെ ഹോം, അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പ്ലേസസ്, പബ്ലിക് പ്ലേസസ്, സ്കൂൾ, ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാട്ട് ഓൾ ക്യാൻ വി ഡു വിത്ത് റെസ്പെക്ട് ടു എൻവയോൺമെൻറ്റൽ ഹൈജീൻ? എൻവയോൺമെൻറ്റൽ ഹൈജീൻ പോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡു നോട്ട് ത്രോ എനി വേസ്റ്റ് മെറ്റീരിയൽസ്. നമ്മൾ കണ്ണി കണ്ട പോലെ വസ്തുക്കൾ വലിച്ചെറിയാൻ പാടില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വേസ്റ്റ് ബിന്ന് യൂസ് ചെയ്യാം. ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ എന്താ പറയുന്നത്? ഡിഫിക്കേറ്റ് ഓൺലി ഇൻ ദ ടോയ്ലറ്റ്. നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുക. ഡിഫിക്കേറ്റ് ഓൺലി ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ്. ഡു നോട്ട് സ്പിറ്റ് ഇൻ ദ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസിൽ നമ്മൾ ഒരിക്കലും തുപ്പാൻ പാടില്ല. ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. നെക്സ്റ്റ് എന്താണ്? ഡു നോട്ട് ത്രോ എവേ റിമൈൻസ് ഓഫ് ഫുഡ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്നതൊന്നും വലിച്ചെറിയാൻ പാടില്ല. നമ്മളെപ്പോഴും വേസ്റ്റ് ബിന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ ഹൈജീനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇത് ടിക്ക് ചെയ്യുക. പിക്ക് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ ആക്ടിവിറ്റി യു ഡു അമംഗ് ദോസ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു ഹൈജീൻ. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിവിടെ ടിക്ക് ചെയ്യുക. ബ്രഷ് ടീത്ത് ട്വൈസ് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ ബ്രഷ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ടേക്ക് ബാത്ത് എവറി ഡേ. വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്. ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കുക. യൂസ് ഫുട്വെയർ വൈൽ ഗോയിങ് ഔട്ട്. പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കുക. പിന്നെ എന്താണ്? വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്. കുളി കഴിഞ്ഞ് ടവൽ യൂസ് ചെയ്ത് തോർത്തുക. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ്. ടേക്ക് ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ്. നമ്മൾ വൃത്തിയുള്ള പാത്രങ്ങളിൽ വേണം ഫുഡ് കഴിക്കാൻ. ക്ലീൻ ഹാൻഡ്സ്, ലെഗ് ആൻഡ് ഫേസ് ആഫ്റ്റർ പ്ലേ. കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ്, ലെഗ്, ഫേസ് ഇതൊക്കെ കഴുകി ക്ലീൻ ചെയ്യുക. കട്ട് നെയിൽസ് ആൻഡ് കീപ് ദം ക്ലീൻ. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഡിസ്പോസ് വേസ്റ്റ് മെറ്റീരിയൽസ് അറ്റ് റൈറ്റ് പ്ലേസ്. വേസ്റ്റ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് അല്ലേ. നമ്മൾ ഫുഡിൻ്റെ റിമൈനിങ്സ് ആയാലും മറ്റുള്ള വേസ്റ്റ് ആണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രോപ്പർ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യാം. നെക്സ്റ്റ്, ഹെൽത്ത് ക്ലബ്. നിങ്ങൾ ഹെൽത്ത് ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു സ്കൂളുകളിലൊക്കെ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്ലബ്ബുകൾ നമ്മൾ എൻവയോൺമെൻറ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സ്കൂൾ, ഒരു ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഹെൽത്ത് ക്ലബ്ബ് ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ സ്കൂളിലും നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഒബ്സർവിങ് ഡ്രൈ ഡേ എവ്രി വീക്ക്. എല്ലാ ആഴ്ചകളിലും അവർ ഡ്രൈ ഡേ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഒബ്സർവിങ് ഡ്രൈ ഡേ എവ്രി വീക്ക്. അപ്പോൾ അവർ എല്ലാ ആഴ്ചകളിലും ഡ്രൈ ഡേ
നടത്താറുണ്ട്. മേക്കിംഗ് അവയർനെസ് പോസ്റ്റേഴ്സ് ചെയ്യാറുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചാർട്ട് ഇൻ ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിലും ഹെൽത്ത് ചാർട്ട് കൊടുക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് നടത്താറുണ്ട്. ദെൻ പ്ലേസിംഗ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇൻ ദ സ്കൂൾ ആൻഡ് പ്രിമിസസ്, സ്കൂളിലും ക്ലാസ്സിലും ചുറ്റുഭാഗത്തൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസൊക്കെയാണ് ഈ സ്കൂളിൽ ഹെൽത്ത് ക്ലബ്ബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈജീൻ സർവേ നടത്തും. കമ്പൈലിംഗ് ഹെൽത്ത് മാഗസിൻസ് പ്രിപ്പയർ ചെയ്യുക, ഹൈജീൻ സർവേ നടത്തുക, ഇത്തരം ആക്ടിവിറ്റീസൊക്കെയാണ് ഹെൽത്ത് ക്ലബ്ബ് നടത്തുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കൂളിലും നമുക്ക് ഹെൽത്ത് ക്ലബ്ബും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. ഈ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഹെൽത്ത് ക്ലബ്ബുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഡ്രൈ ഡേ എവറി വീക്ക്, മേക്കിംഗ് അവയർനെസ് പോസ്റ്റേഴ്സ്, ഹെൽത്ത് ചാർട്ട് ഇൻ ഈച്ച് ക്ലാസ്സസ്, ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്, പ്ലേസിംഗ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇൻ ദ സ്കൂൾ ആൻഡ് പ്രിമിസസ്, ഹൈജീൻ സർവേ, കമ്പൈലിംഗ് ഹെൽത്ത് മാഗസിൻസ്. ഇത്രയും ആക്ടിവിറ്റീസൊക്കെയാണ് ഹെൽത്ത് ക്ലബിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ലെറ്റ്സ് മേക്ക് പോസ്റ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്നും നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവിയോൺമെൻറ്റൽ ഹൈജീനെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു സ്കൂളിൻ്റെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട്, മേക്ക് ഹൈജീൻ എ ഹാബിറ്റ്, അവോയ്ഡ് ഡിസീസ്. അല്ലേ, നമ്മൾ ഹൈജീന് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസീസസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്? ക്ലീൻ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ സറൗണ്ടിങ്സ് ക്ലീൻ സറൗണ്ടിങ്സ്. അല്ലേ, നമ്മുടെ ക്ലീൻ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലീൻ കൺട്രി അല്ലെങ്കിൽ ക്ലീൻ സിറ്റിയെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ. അതുപോലെ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള പോസ്റ്റർ, ഇതുപോലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്കും ചെയ്യാം. ഇനി ഇവിടെ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ന്യൂസ്? ലുക്ക് അറ്റ് സം ഹെഡ്ലൈൻസ് ദാറ്റ് അപ്പിയർ ഇൻ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. റാറ്റ് ഫീവർ സ്പ്രെഡ്, പീപ്പിൾ ഇൻ പാനിക്, റോഡ് സൈഡ് ഗാർബേജ്, ട്രാവലേഴ്സ് ഇൻ ഡിഫിക്കൽട്ടി, ചിക്കൻ ഗുനിയ, ഹെവി റഷ് ഇൻ ഹോസ്പിറ്റൽസ്. എന്താ പറഞ്ഞത്? റാറ്റ് ഫീവർ സ്പ്രെഡ് ചെയ്ത് ആൾക്കാരൊക്കെ പാനിക്കിലാണ്. ചിക്കൻ ഗുനിയ വന്നിട്ട് ഹെവി റഷ് ഇൻ ഹോസ്പിറ്റലിലൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡ് സൈഡ് ഗാർബേജ്, ട്രാവലേഴ്സ് ഇൻ ഡിഫിക്കൽട്ടി, റോഡ് സൈഡിൽ ഗാർബേജ് കൊണ്ട് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിട്ട് ട്രാവലേഴ്സൊക്കെ ഡിഫിക്കൽട്ടി ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂസസ് നമ്മൾ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുകയാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ സച്ച് ന്യൂസസ് കമ്മിങ് അപ്പ്? നമ്മളുടെ മനുഷ്യന്മാരുടെ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ന്യൂസസൊക്കെ സ്പ്രെഡ് ആവുന്നത് അല്ലേ. നമ്മൾ വേസ്റ്റൊക്കെ മനഃപൂർവ്വം നമ്മൾ കൊണ്ട് റോഡിലിടുക, അതൊക്കെ ഒന്നും നമ്മൾ അറിയാതെ ചെയ്യുന്നതല്ലേ അല്ലേ. ആൾക്കാർ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പോലെ തന്നെയാണ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ അല്ലേ. നമ്മുടെ ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ എപ്പോഴും നമ്മൾ കീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കാതെ വെക്കുമ്പോഴാണ് റാറ്റ്, മോസ്കിറ്റോ ഇതൊക്കെ സ്പ്രെഡ് ആവുന്നത്. അവർ നമുക്ക് പലതരത്തിലുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പോൾ വിൽ സച്ച് ന്യൂസസ് കെയിം ഫ്രം എ ഹൈജീൻ പ്ലേസ്? ഒരു ഹൈജീൻ പ്ലേസിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആവുമോ? ഇല്ല അല്ലേ. ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഒരു ഹൈജീനിക് പ്ലേസിൽ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം ന്യൂസ് സ്പ്രെഡ് ആവുന്നത് എന്താണ്? ഒരു അൺഹൈജീനിക് പ്ലേസിൽ നിന്നാണ്. What all must be taken care of to prevent such news coming up in our land? നമ്മളുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള ന്യൂസ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Each of us must maintain cleanliness. നമ്മൾ ഓരോരുത്തരും ക്ലീൻ ആയിട്ടിരിക്കണം, ക്ലെൻലിനെസ് കീപ്പ് ചെയ്യണം. ഓക്കെ. ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ് മസ്റ്റ് ബി കീപ് ക്ലീൻ. നമ്മുടെ വീടും ചുറ്റുഭാഗങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഹൈജീൻ മസ്റ്റ് ബി ഒബ്സർവ് ഇൻ പബ്ലിക് പ്ലേസിൽ നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം. അവിടെ തുപ്പാൻ പാടില്ല, ഡോൺ സ്പൈറ്റ് ഹിയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അതുപോലെ യൂസ് വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ യൂസ് മീ എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ വേസ്റ്റുകൾ കൊണ്ടിടുക. അങ്ങനെ ഒരു പബ്ലിക് ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുക. ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻ ഷുഡ് ബി കണ്ടക്റ്റഡ്. ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെൽത്ത് ക്ലബ്ബൊക്കെ പോലെയുള്ള ഓരോ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻസ് ഷുഡ് ബി കണ്ടക്റ്റഡ്.
ഇനി ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഫസ്റ്റ് എന്താ, ഒരു സിറ്റിയിൽ നിന്ന്, ഒരു ഹെൽത്തി സിറ്റി അല്ലെങ്കിൽ ഒരു ക്ലീൻ സിറ്റിയിൽ നിന്ന് റാറ്റ് പോവുമായിരുന്നു അല്ലേ. എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് റാറ്റ് പോവുമായിരുന്നു. അത് കണ്ടിട്ട് മോസ്കിറ്റോസും മണിയനും എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ പോകാനും ഒരുങ്ങി അല്ലേ. അങ്ങനെ 3 പേരും കൂടെ പോയിട്ട് അവരൊരു അൺഹെൽത്തി, അവർക്ക് ജീവിക്കാൻ പറ്റിയ, അവർക്ക് പറ്റിയ അവരുടെ എല്ലാ കണ്ടീഷൻസും ഒത്തിണങ്ങിയ ഒരു അൺഹെൽത്തി പ്ലേസ് അവർക്ക് കിട്ടി അല്ലേ. അവിടെ അവർ തടിച്ചു കൊഴുത്ത് വളർന്ന് നിൽക്കുകയായിരുന്നു അല്ലേ. ഇപ്പം എന്താ സംഭവിച്ചത്? നമ്മൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് പഠിച്ചു, അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് പഠിച്ചു അല്ലേ. അതൊക്കെ നമ്മൾ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പേഴ്സണൽ ഹൈജീൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ ഹൈജീൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇങ്ങനെ നമ്മളുടെ അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്ബ് പോലെയുള്ള കുറേ ക്ലബ്ബുകൾ ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ നടത്തി. അങ്ങനെ നമ്മളുടെ എല്ലാ ആൾക്കാരും ഹൈജീനിക് അല്ലെങ്കിൽ ക്ലെൻലിനെസ്സിനെ കുറിച്ചിട്ട് ഒരു ബോധവാന്മാരായി. സോ എല്ലാവരും അവരുടെ സറൗണ്ടിങ്സും പേഴ്സണൽ ഹൈജീനും കീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? റാറ്റ്, മണിയൻ, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈസ്, മോസ്കിറ്റോസ്, ഇവർക്കെല്ലാം നമ്മുടെ ഈ ഏരിയയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവരുടെ വിഷമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. റാറ്റ് എന്താ പറയുന്നത്? നോ വേ ഹിയർ ടു, ദിസ് ലാൻഡ് ഈസ് ഓൾസോ മൂവിങ് ടുവേർഡ്സ് ഹൈജീൻ. ഈ സ്ഥലവും ഹൈജീനിക്കായി പോവാണ്, നമുക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മോസ്കിറ്റോ എന്താ പറയുന്നത്? വിൽ ദർ ബി എനി പ്ലേസ് വിത്തൗട്ട് ഹൈജീൻ? ഇവിടെ ഹൈജീനിക് അല്ലാത്ത ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടായിരിക്കുമോ? മണിയൻ എന്ത് പറയുന്നു? പ്രോഗ്രാംസ് ഓൺ ഹൈജീൻ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഓൾ ഓവർ, നോ വേ ഫോർ അസ് എനി മോർ. എല്ലാ സ്ഥലങ്ങളിലും ഹൈജീനിക് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ എവിടെയും നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, എല്ലാവരും ബുദ്ധിമുട്ടിലായി അല്ലേ. ഓക്കെ, our places will also become clean if we live observing personal hygiene and environmental hygiene. നമ്മൾ എൻവയോൺമെൻറ്റൽ ഹൈജീനും പേഴ്സണൽ ഹൈജീനും കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേസും എങ്ങനെയുള്ളതായിരിക്കും? ക്ലീൻ ആയിരിക്കും അല്ലേ. ലെറ്റ്സ് പുട്ട് അവർ ഹെഡ്സ് ടുഗെദർ ഫോർ ദാറ്റ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ സറൗണ്ടിങ്സ് കീപ്പ് ക്ലീൻ അല്ലേ, നമുക്ക് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? മൈ ലാൻഡ് ഹൈജീനിക് ലാൻഡ്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സിറ്റി, നമ്മളുടെ വീട്, നമ്മുടെ സ്കൂള്, പബ്ലിക് പ്ലേസസ്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ക്ലീൻ ആയിരിക്കണം അല്ലേ, നമ്മൾ ഹൈജീനിക് ആയിരിക്കണം. അപ്പോൾ നമുക്കും പറയാൻ പറ്റണം മൈ ലാൻഡ് ഇസ് എ ഹൈജീനിക് ലാൻഡ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ലെറ്റ് us assess ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് റോങ്? ഡു നോട്ട് ഈറ്റ് ഫുഡ് ലെഫ്റ്റ് ഓപ്പൺ അല്ലേ, നമ്മൾ കഴിക്കാൻ പാടില്ല അല്ലേ, അപ്പോൾ അത് കറക്റ്റാണ്. ഡു നോട്ട് പാസ് യൂറിൻ ഓർ സ്റ്റൂൾ ഇൻ പബ്ലിക് പ്ലേസസ്, അതും കറക്റ്റാണ്. ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ, അതും കറക്റ്റാണ്. ആലോ പൊല്യൂട്ടഡ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്, കറക്റ്റ് ആണോ? അല്ല അല്ലേ, റോങ് ആണ് അല്ലേ. നമ്മൾ ഒരിക്കലും വെള്ളം സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഡു നോട്ട് ആലോ എന്നാണ് വേണ്ടത്. സോ ഇവിടെ ആലോ പൊല്യൂട്ടഡ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ് എന്ന് പറഞ്ഞ കാരണം ഇതാണ് ആൻസർ ആയിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? ആൻസർ ഡി. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഡിസ്കസ് കോൺസ്റ്റൻ്റ്ലി ഇൻഫെസ്റ്റ് എ പ്ലേസ്, ഡിസീസ് കോൺസ്റ്റൻ്റ്ലി ഇൻഫെസ്റ്റ് എ പ്ലേസ്, വാട്ട് മേ ബി ദ റീസൺ? ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിസീസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും റീസൺ? ഓപ്ഷൻ എ, ദർ ആർ നോ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ ഇല്ലാണ്ടാണോ? അല്ല. പീപ്പിൾ ആർ നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ്, പീപ്പിളിന് എഡ്യൂക്കേഷൻ ഇല്ലാതാണോ? അതും അല്ല. സറൗണ്ടിങ്സ് ബിക്കം ഡേർട്ടി ഡ്യൂ ടു ഗാർബേജ് അക്യുമുലേഷൻ, ആണോ? നമ്മുടെ ചുറ്റുഭാഗത്ത് ഗാർബേജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ നമുക്ക് അസുഖങ്ങൾ വരുന്നത്? അതെ അല്ലേ. സോ ആൻസർ ഈസ് സി. ഡി എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? ദർ ഈസ് നോ റോഡ്സ് ഓർ ഇലക്ട്രിസിറ്റി, നമ്മൾക്ക് റോഡോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്? അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ദ സറൗണ്ടിങ്സ് ബിക്കം ഡേർട്ടി ഡ്യൂ ടു ഗാർബേജ് അക്യുമുലേഷൻ. ഇതുകൊണ്ടാണ് ഡിസീസസ് കോൺസ്റ്റൻ്റ്ലി ഇൻഫെസ്റ്റ് എ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ്, സപ്പോസ് എ ചൈൽഡ് ഇൻ യുവർ നൈബർഹുഡ് ഗെറ്റ്സ് ഡയേറിയ, വാട്ട് ഓൾ തിങ്സ് വിൽ യു സജസ്റ്റ് ടു റെഡ്യൂസ് ഹിസ് വീക്ക്നെസ്? നമ്മുടെ ചുറ്റുഭാഗത്ത് ഉള്ള ഒരു നൈബർഹുഡ്, നമ്മുടെ ഒരു നൈബറിന് ഡയേറിയ വന്നു, നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യും?
എന്താ നമ്മൾ സജസ്റ്റ് ചെയ്യുക? റീഹൈഡ്രേഷൻ തെറാപ്പി സജസ്റ്റ് ചെയ്യും അല്ലേ? അപ്പം നിങ്ങൾ എഴുതുക, ഇഫ് എ ചൈൽഡ് ഗെറ്റ്സ് ഡയേറിയ ടു റെഡ്യൂസ് ഹിസ് വീക്ക്നെസ് റീഹൈഡ്രേഷൻ തെറാപ്പി ഷുഡ് ബി ക്യാരിഡ് ഔട്ട്. ഇത് നിങ്ങൾ എഴുതുക അല്ലേ? ഇഫ് ദ ചൈൽഡ് ഡസ് നോട്ട് റിക്കവർ, ചൈൽഡ് റിക്കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം അല്ലേ? കൺസൾട്ട് എ ഡോക്ടർ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലുക്ക് അറ്റ് ഹൗ രാമു ഫിൽ ദ ചെക്ക് ലിസ്റ്റ് ഗിവൺ ബൈ ദ ടീച്ചർ. ഈസ് ദർ എനി പോസിബിലിറ്റി ഓഫ് രാമു ഹാവിങ് സം ഹെൽത്ത് പ്രോബ്ലം? ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇതിൽ രാമു ടിക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ രാമുവിന് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഡ്രിങ്ക് ഓൺലി കൂൾഡ് ബോയിൽഡ് വാട്ടർ അല്ലേ? കുടിക്കുമ്പോൾ തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ അല്ലേ? ടേക്ക് ബാത്ത് എവ്രി ഡേ, അതും കറക്റ്റാണ്. ഈറ്റ് ഫുഡ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. Go to take bath leaving food served by mother open to cool and take food after returning. Go to take bath leaving food served by mother open to cool and take food after returning. അവൻ തിരിച്ച് വന്നതിന് ശേഷം മാത്രമാണ് അവന് ഭക്ഷണം കഴിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ അത് കറക്റ്റാണോ? അല്ല അല്ലേ? അമ്മ വരുമ്പോൾ അമ്മ എന്താണ് ചെയ്യുന്നത്? ഇവന് ഭക്ഷണം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും, തുറന്ന് വെക്കും. അത് കറക്റ്റായ കാര്യമാണോ? അല്ല അല്ലേ? ബാക്കിയൊന്നും കുഴപ്പമില്ല, അവന് ഓക്കെയാണ്. അവൻ്റെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുളിക്കുന്നുണ്ട്, 2 ടൈമിൽ കുളിക്കുന്നുണ്ട്. തണുത്ത വെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളമാണ് അവൻ കുടിക്കുന്നത് അല്ലേ? അല്ലാണ്ട് നമ്മൾ കോൾഡ് വാട്ടർ അല്ല, തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ അവിടെ എന്താ പറഞ്ഞത്? അൺകവേർഡ് ഫുഡ് അവൻ കഴിക്കുന്നുണ്ട്. അത് നമുക്ക് അസുഖങ്ങൾ വരുത്താൻ കാരണമാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഫുഡ് എന്ത് ചെയ്യണം? കെപ്റ്റ് ക്ലോസ്ഡ് അല്ലേ? ഒരിക്കലും ഫുഡ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ അതിലെന്താണ്? നമ്മുടെ ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ പോലെയുള്ള ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് മാത്രമാണ് ഈ കുട്ടി ചെയ്തതിലൊരു മോശമായിട്ടുള്ള കാര്യം അല്ലേ? അപ്പോൾ അവനക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം അവൻ റൈറ്റായിട്ട് ചെയ്താലും ഈ ഒരു കാര്യത്തിൽ അവന് കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.